ഗുഡ് ഈവനിങ് ഗായ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണോ? നല്ല ക്ലിയർ സ്കൈ കാണില്ലേ? സ്കൈ ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് ഗ്രില്ല് ചെയ്യാം, ചിക്കന് ഗ്രില്ല് ചെയ്യാം. അതിലേക്ക് വേണ്ടുള്ള മസാലകൾ നമുക്ക് നോക്കാം. ഇതാ വെളുത്തുള്ളി ഇഞ്ചി നന്നാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മുടെ മെയിൻ ഇന്ത്യൻ മസാലകളാണ് കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുരുമുളക് മുഴുവൻ കുരുമുളക് ഇട്ടിട്ടുണ്ട്, പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പിട്ടിട്ടുണ്ട്, ജീരകം. ഇതൊക്കെ കൂട്ടിയിട്ട് നമുക്കൊരു പേസ്റ്റ് ആക്കണം. ഇന്ത്യൻ മസാല കൊണ്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാനാണ് പോകണം കേട്ടോ. ഓക്കെ, സോ ലെറ്റ്സ് ജംപ് ഇൻ ടു അവർ റെസിപ്പി. അങ്ങനെ ചിക്കൻ ഒരു സൈഡിൽ ക്ലീനാക്കി വരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല പുരട്ടാം. ഓക്കെ, മസാല അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് പുരട്ടി കൊടുക്കാം നല്ലപോലെ. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇട്ടിട്ട് മസാല. ഓക്കെ, കണ്ടില്ലേ, മസാലകളൊക്കെ പുരട്ടി നല്ലപോലെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പുരട്ടി കൊടുക്കാം കേട്ടോ. ഓരോ കഷ്ണം എടുത്തിട്ട് ഈ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ അങ്ങ് പുരട്ടി കൊടുക്കണം കേട്ടോ. അങ്ങനെ ചിക്കനിലെ മസാലയൊക്കെ പുരട്ടി ഇതാ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലേക്ക് അത് വെക്കണം. കുറച്ച് നേരം ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. ഓക്കെ, അങ്ങനെ ഗായ്സ് മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് അങ്ങനെ എടുത്തു. ഇനി നമ്മൾ ന്യൂട്രി കുക്കിലാണ് ഇതിനെ ചെയ്യാൻ പോണത് കേട്ടോ, ഗ്രില്ല് ചെയ്യാൻ പോണത്. അപ്പോൾ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം ജസ്റ്റ് ഫോർ 3 minutes, ദെൻ സ്റ്റാർട്ട്. പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് 3 minutes അതിന് ചൂടാക്കണം എന്നേ ഉള്ളൂ കേട്ടോ. കണ്ട, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓയിലൊന്നും യൂസ് ചെയ്യാതെ നമുക്ക് ചിക്കനെ ഗ്രില്ല് ചെയ്യാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒന്നും വേണ്ട. അവർ പറയുന്നൊക്കെ ഉണ്ട് നമ്മൾ ഓയിലൊക്കെ ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പക്ഷെ ഞാനതൊന്നും ചെയ്യാറില്ല ഗായ്സ്. ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഓക്കെ, അതുകൊണ്ടാണ് വലിയ പീസസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. സാധാരണ എനിക്ക് കുഞ്ഞി പീസാണ് ചിക്കൻ കഴിക്കാൻ. എല്ലാവർക്കും ഇവിടെ വീട്ടിലെല്ലാവർക്കും കുഞ്ഞു കഷ്ണം ആക്കി കറി ആക്കാനാണ് ഇഷ്ടം ചിക്കൻ്റെ. ഇതിന് വേണ്ടിയിട്ട് വലിയ പീസാക്കണം. അപ്പോൾ ഗ്രില്ല് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി ഇതിൽ ന്യൂട്രി കുക്കിൽ ഗ്രില്ല് ചെയ്യുമ്പോൾ വലിയ പീസ് ആക്കിയിട്ട് വേണം. വലിയ പീസ് ഇടാൻ പാടുള്ളൂ കേട്ടോ. ചെറിയ പീസ് ഇട്ട് അത് കരിഞ്ഞു പോകും. അപ്പോൾ വലിയ പീസാകുമ്പോൾ നന്നായി അതിൻ്റെ ഫ്ലഷൊക്കെ നന്നായി വെന്ത് വരും. നല്ല ടേസ്റ്റി ആട്ടോ. ശരിക്കും നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെയാണ്. പിന്നെ നമുക്ക് മനസ്സമാധാനമായിട്ട് കഴിക്കാം. എന്നുവെച്ചാൽ ഓയിലൊന്നുമില്ല. അപ്പോൾ ശരിക്കും വീട്ടിലുണ്ടാക്കിയ പോലെ അല്ല, പുറത്തുനിന്ന് കഴിക്കുന്ന പോലെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ വെച്ചു. ഇനി നമുക്കൊരു 25 minutes ഇതിനെ ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണേ. സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ചിക്കൻ്റെ ഒരു എംപ്ലം. അപ്പോൾ അതിന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിവിടെ കാണിച്ചിട്ടുണ്ട് 25 minutes എന്ന് കാണിച്ചത്. ജസ്റ്റ് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് അവിടെ വിടാം. പിന്നെ അവരുടെ പാടായി അവർ നോക്കിക്കോളും. ചിക്കൻ അങ്ങ് വറുത്ത് അങ്ങ് ഇങ്ങോട്ട് വന്നോളും. ഒരു ഓയിലിൻ്റെയും ആവശ്യമില്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ചിക്കനൊക്കെ ഒന്ന് റെഡി ആവണ വരെ നമുക്ക് സലാഡൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ സലാഡിലേക്കുള്ള ഐറ്റംസൊക്കെ ഒന്ന് റെഡിയാക്കാം, അരിഞ്ഞ് വയ്ക്കാം. 13 minutes ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മറച്ചിടണം. കണ്ടോ ഷെയ്ക്ക് എന്ന് കാണിച്ചിരിക്കുന്നത് ഇവിടെ കണ്ടോ ഷെയ്ക്ക്. ഇവിടെ അത് 13 minutes ആകുമ്പോൾ തന്നെ ഇവിടെ സൗണ്ട് ഉണ്ടാക്കി തുടങ്ങുന്നുണ്ടാവും. അപ്പോൾ 13 minutes ആയി. നമുക്കൊന്ന് ഡയറക്റ്റ് ഓപ്പൺ ചെയ്യാം, നോ പ്രോബ്ലം. കാണിച്ചു തരാം. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഓഫാവും. കണ്ടോ ചിക്കൻ അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് മറിച്ചിടാം. അപ്പോൾ ചിക്കൻ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ മറച്ചിടാം കേട്ടോ. കണ്ടോ ഗൈസ്, ഇങ്ങനെ ഒരു സൈഡ് നല്ല വെന്തിട്ടുണ്ടെങ്കിൽ അടുത്ത സൈഡും കൂടി നമുക്ക് വേണ്ടേ. അപ്പോൾ അതൊന്ന് മറച്ചിട്ട് കൊടുക്കണം. കമ്മിങ് ന്യൂട്രി കുക്കിൻ്റെ ഒരു കാര്യം റെഡി ആയി കഴിഞ്ഞ് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എല്ലാം നമ്മുടെ ചിക്കനൊക്കെ റെഡിയായി. തുറന്ന് നോക്കാം. ഓഹോ, വാവ്, കണ്ടോ, ശരിക്കും ഗ്രില്ല് ചെയ്ത് വന്ന പോലെ ഇല്ലേ ഗായ്സ്. ഇതാണ് നോ ഓയിൽ. ഒരു ഓയിലും ഞാനിതിൽ ചേർത്തിട്ടില്ല. നിങ്ങൾ കണ്ടതല്ലേ, സാധാരണ ഇതിൽ ചിലർ ഓയിലൊക്കെ പുരട്ടി കൊടുക്കാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല.
ഇത് നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പം ഞാനൊന്ന് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യട്ടെ. ഓക്കെ, അങ്ങനെ ഗായ്സ് നമ്മുടെ ഗ്രില്ല് ചെയ്ത ചിക്കൻ അവിടെ റെഡി ആയി കഴിഞ്ഞു വിത്ത് അമ്മോസ് ആൻഡ് ഗാർലിക് പേസ്റ്റ്. പിന്നെ കുറച്ച് സലാഡും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ കൂടെ നമുക്ക് നാരങ്ങ ഒന്ന് പിഴിഞ്ഞിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് നാരങ്ങ ലാസ്റ്റാട്ടോ ഇങ്ങനെ ചെയ്യേണ്ടത്, പിഴിഞ്ഞ് കൊടുക്കേണ്ടത്. അപ്പോഴാണ് അതിൻ്റെ രുചി ആ ചിക്കൻ്റെ ഉള്ളിലേക്ക് ആ മസാല ഒക്കെ ഇറങ്ങി ചെല്ലും, ഈ നാരങ്ങയുടെ നീരങ്ങ് ചെല്ലുമ്പോൾ. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈയും കൂടി വേണ്ടതായിരുന്നു. ഒരു സൈഡിൽ ഫ്രഞ്ച് ഫ്രൈസും കൂടിയും ഫ്രൈ ചെയ്ത് വെക്കേണ്ടതായിരുന്നു. ഇപ്പോൾ തൽക്കാലം ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായും ഫ്രഞ്ച് ഫ്രൈയും കൂടിയും റെഡിയാക്കിയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് ഒന്ന് കഴിച്ചു നോക്കൂ. വീട്ടിൽ തന്നെ നമ്മൾ പുറത്ത് പോയി കഴിക്കുന്ന പോലെ തന്നെ സെയിം എഫക്റ്റ് ആയിരിക്കും. നമ്മൾ വീട്ടിൽ ഇതുപോലെ ന്യൂട്രി കുക്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു ഓയിലും വേണ്ട, ഒന്നും വേണ്ട. ജസ്റ്റ് നമ്മുടെ മസാല, നമ്മുടെ നാട്ടിലെ കിടലൻ മസാല അല്ലേ, നാട്ടിൽ മലയാളീസിൻ്റെ മസാല തന്നെ മതി. വേറെ ഒന്നും എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്യണ്ട. എന്നിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. എന്തായാലും കഴിച്ചു നോക്കൂ. ഇനി നെക്സ്റ്റ് വീഡിയോ വരുന്നത്. ടിൽ ദെൻ ടാറ്റ ബൈ ബൈ, സീ യു.